മുഖത്തെയും കയ്യിലെയും കറുത്ത പാടുകൾ കാരണം വിഷമിക്കുകയാണോ? വെറും ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രമുണ്ടെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ ഈ എളുപ്പമുള്ള ക്രീം തയ്യാറാക്കാം. ഇത് എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്യാം എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു ഉരുളൻകിഴങ്ങ് 2 പീസാക്കി മുറിക്കുക. അതിൽ ഒരു പീസ് എടുത്തിട്ട് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്യുക. തൊലി പെട്ടാലും കുഴപ്പമില്ല, നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ പൾപ്പുണ്ടല്ലോ അതെടുക്കുക. ഉരുളൻകിഴങ്ങ് ഇതിനെടുക്കാൻ കാരണം ഉരുളൻകിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ചർമ്മത്തിന് തെളിച്ചം നൽകാനും സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന ടാനും കറുത്ത പാടുകളൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഘടകമായതുകൊണ്ടാണ് ഉരുളൻകിഴങ്ങ് യൂസാക്കുന്നത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അത് 2 പീസാക്കി മുറിച്ചിട്ട് അതിലെ ഒരു പീസ് എടുത്ത് ഗ്രേറ്റർ എടുത്ത് നല്ലോണം ഗ്രേറ്റ് ചെയ്യാം. തൊലി പെട്ടാലും ഒരു പ്രശ്നമില്ല. നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കുക. ഇതിൻ്റെ തൊലി ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്യണം നിർബന്ധമില്ല, പൾപ്പ് കിട്ടിയാലും മതി. സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായി അരിച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. നമ്മൾ വെറുതെ ഒരുപാട് കാശ് കൊടുത്തങ്ങാണ്ട് പുറത്തുനിന്ന് വെറുതെ ക്രീമും കാര്യങ്ങളും വാങ്ങും. നമ്മൾ സ്കിൻ ഏത് ടൈപ്പാണെന്ന് അറിയില്ല, അതിലെന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ സേഫായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കും, ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതിലും ബെറ്റർ റിസൾട്ട് വേറെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ടൊമാറ്റോൻ്റെ ജ്യൂസും സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതും അരിപ്പയിലൊക്കെ പാർന്നു കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യുന്ന രീതി നോക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുക്കുക. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഒരു പൊട്ടാറ്റോൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ ഊറിയിട്ടുണ്ടാവും. അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് 2 ടീസ്പൂണ് ജ്യൂസ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഇനി 2 ടീസ്പൂണാണ് ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. അത് 1 ടീസ്പൂൺ മാത്രം, അത് മതിയാവും ഈ ഒരു അളവിന് നമുക്ക് ഉപയോഗിക്കാൻ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഫേസ് ഓയിലായിട്ട് കിട്ടുന്ന ഒരു ഓയിലുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ. രണ്ടും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ യൂസാക്കി നോക്കി, അപ്പോൾ സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇത് ഒലീവ് ഓയിലാണ്, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് അത് 2 ടേബിൾ സ്പൂൺ വേണം. കുറച്ച് അത്യാവശ്യം അധികം വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ എന്തായാലും അത് കുറച്ചധികം ചേർക്കണം. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, അലോവേര ചർമ്മത്തിന് ഈർപ്പം നൽകിയ മൃദുത്വവും പുതുമയും നൽകാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇത് അലോവേര ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യുക. മിക്സായി കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം പിടിക്കും, എന്നാലും നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം. ആ അലോവേര ജെല്ല് അതിലും കൂടെ മിക്സായി ഒരു ചെറിയൊരു ക്രീമി ഒരു ടെക്സ്ചർക്ക് വരണം. നല്ല തിക്കാവൂല. ഇത് ജെല്ലിൻ്റെ ഒരു രൂപത്തിലേക്കാണ് നമുക്ക് കിട്ടുക. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട്, നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൈയൊക്കെ ഒന്ന് കറുത്ത കളറായി പോകില്ലേ, അതിനൊക്കെ ഇത് ബെറ്റർ റിസൾട്ടാണ്. പെട്ടെന്ന് ഒരാഴ്ച വരെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ക്രീമി ആയിട്ടാണ് കിട്ടുക. അതിനാണ് ഒരു ബോട്ടിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി ഒരു കുപ്പിയിലേക്ക് ഇത് പാർന്നിട്ട് അടപ്പടച്ചിട്ട് കുലുക്കിയാലും മതി, നല്ലോണം കുലുക്കുക. അപ്പോഴും ഈ ഒരു ഫോമിലേക്കായി കിട്ടും. ഇനി ഞാൻ ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു കൈ എടുത്ത് ഈ കൈയിൻ്റെ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ സിറമൊക്കെ ഉപയോഗിക്കൂലേ, നമ്മൾ അതേപോലെ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്ലാക്ക് കളറുള്ള ഭാഗത്തൊക്കെ കുറച്ചധികം
മസാജ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഇത് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രിയൊക്കെ തേച്ച് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഒന്നും ചെയ്യണ്ട. രാവിലെ സാധാ പോലെ മുഖം കഴുകുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറയാം. 15 വയസ്സിന് മുകളിൽ ആൺ പെണ്ണ് എല്ലാവർക്കും ഉപയോഗിക്കാം. നല്ല ബെറ്റർ റിസൾട്ടാണ്. നമ്മളെ ഫേസിലും കയ്യിലും കഴുത്തിലും കാലിലും എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ പ്രധാനമായും ഇത് ആദ്യം ഒരു കയ്യിൻ്റെ ഒരു ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു 20 മിനിറ്റ് വെച്ച് നോക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പ്രശ്നമുണ്ടോ, എൻ്റെ സ്കിന്നിന് പറ്റാത്തതായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുക. ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുക. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതല്ല ഡയറക്റ്റ് കൊണ്ടുപോയി ഫേസിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മുഖവും കയ്യും കാലും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ക്രീം എടുത്തിട്ട് നന്നായി വൃത്താകൃതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്നിലേക്ക് ക്രീം പൂർണ്ണമായി അബ്സോർബ് ആകുന്നത് വരെ മസാജ് ചെയ്യണം കേട്ടോ. രാവിലെ സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലും മതി. ഇനി ഇത് സൂക്ഷിച്ചു വെക്കണ കാര്യങ്ങൾ. ഇതിൽ കെമിക്കലും പ്രിസർവേറ്റീവുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ക്രീം ഒരു ചെറിയ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ 7 to 10 ദിവസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ അടുക്കളയിൽ ഈ 5 സാധനങ്ങൾ ഉപയോഗിച്ച് ഈ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തുടർച്ചയായി ഒരു ആഴ്ച ഉപയോഗിച്ച ശേഷം നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. തിളക്കമുള്ളതും ആരോഗ്യകരമായതും ചർമ്മം സ്വന്തമാക്കാൻ ഈ ഹോം മെയ്ഡ് റെമഡി നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ചെറിയ ബ്യൂട്ടി ടിപ്പുമായി വീണ്ടും വരാം.